ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിർണായക മത്സരത്തിൽ റയൽ മാഡ്രിഡിന് ജയം. അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ 3-2 തോൽപ്പിച്ചിരിക്കുന്നു റയൽ. ആദ്യപാദ മത്സരത്തിൽ നിർണായക ലീഡാണ് സ്പാനിഷ് പട നേടിയത്. കൂടുതൽ വിവരങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് AP സജിഷയാണ് തരാനുള്ളത്. AP സജിഷ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ഗംഭീര വാർത്തയാണ്. റയൽ മാഡ്രിഡിന്റെ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, റയലിന്റെ വിവരം പറയണേ എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. എതിരാളികളുടെ തട്ടകത്തിൽ 2 തവണ പിന്നിലായി പോയിട്ടും അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു റയൽ മാഡ്രിഡ്. ജയം നിർണയിച്ചത് എന്താണ്? അന്ന ഇഞ്ചുറി ടൈമിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹൃദയം പിളർന്നിട്ട് റയൽ മാഡ്രിഡ് ജയിച്ചിരിക്കുകയാണ്. നിർണായക ജയം നേടിയിരിക്കുകയാണ്. ഇതൊരു വെറും ജയമോ വെറും ഒരു തോൽവിയോ അല്ല. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത്, 2 ടീമുകൾ റയൽ മാഡ്രിഡ് ആണെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും പ്ലേ ഓഫ് കളിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയായിരുന്നു. ആ പ്ലേ ഓഫ് മത്സരത്തിലാണ് ഇപ്പോൾ എതിരാളിയായി നറുക്കെടുത്തിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ കിട്ടിയിട്ടുണ്ടായിരുന്ന റയൽ മാഡ്രിഡിന്. അപ്പോൾ അതിൽ ഏത് ടീം വേണമെങ്കിലും പുറത്താകാം. ഈ കരുത്തരിൽ ഏതെങ്കിലും ഒരു ടീം പുറത്താകുമെന്ന് ഉറപ്പായിരുന്നു. ഇനി ഒരു പാദ മത്സരം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, ഈ 2 ടീമുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അതിൽ തന്നെ സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ് ആയിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 18-ാം മിനിറ്റിലായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2ാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചിട്ട് റയൽ മാഡ്രിഡ് നിർണായക ജയം നേടി. അതിൽ ആദ്യം ഗോൾ ഒരു സമനിലയിലാക്കിയിരുന്നു. ഹാലൻഡിൻ്റെ ഗോളിന് സമനിലയെ കുരുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കിലിയൻ എംബാപ്പെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഹാലൻഡ് ഒരു ഗോൾ കൂടി നേടി 2-1 സിറ്റിയെ മുന്നിലെത്തിച്ചു. വീണ്ടും റയൽ മാഡ്രിഡ് തിരിച്ചടിച്ചു. 2-2 മത്സരം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് 92-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിഹാം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹൃദയം പിളർന്നുകൊണ്ടിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു അത്. ഇതിലിപ്പോൾ ആദ്യ മത്സരത്തിൽ ഇപ്പോൾ ഒരു ഗോളിന് യഥാർത്ഥത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് റയൽ മാഡ്രിഡ്. ഇനി സിറ്റിയുടെ തട്ടകത്തിലാണ് മത്സരം നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ടീം പുറത്താകുമെന്ന് ഉറപ്പായി. ഇപ്പോൾ സിറ്റിക്കാണ് ഏറ്റവും വലിയ വേദനയുള്ളത്. സിറ്റിയുടെ ആരാധകർക്കാണ് ഏറ്റവും വലിയ വേദനയുള്ളത്. ഇത് വെറും ഒരു ജയമോ തോൽവിയുമല്ല, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ. കാരണം ഇത് പ്ലേ ഓഫ് ആണ്. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ് റയൽ മാഡ്രിഡ്. മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ചാമ്പ്യന്മാരായിരുന്നു. അതുമാത്രമല്ല 15 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള റയൽ മാഡ്രിഡാണ് ഇപ്പോൾ പ്ലേ ഓഫ് കളിക്കേണ്ട ഗതികേടിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വമ്പൻ മത്സരമായിരുന്നു ശരിക്കും. കാരണം ഒരു അവിശ്വസനീയമായ തിരിച്ചുവരവും ഒരു ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള, കാരണം സമനിലയിലേക്ക് പോകുന്ന മത്സരം ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അവസാന നിമിഷം ജൂഡ് ബെല്ലിഹാമിൻ്റെ ഒറ്റ ഗോളിൽ ആ 92-ാം മിനിറ്റിൽ എല്ലാം മാറ്റിമറിച്ചു. അങ്ങനെ നല്ലൊരു നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന.